കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. നാം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കുകയാണ്. അനവധി വിഷയങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ഭാഗം വായിച്ചതിന് ശേഷം ആ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കോസ്. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. ദൂതൻ പ്രത്യക്ഷനായി. സെക്കരിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവെ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലീശബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവനെ യോഹന്നാൻ എന്ന പേരിടണം. മതി. ഇനി 18-ാം വാക്യം. അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോട് ശക്തിയോട് കൂടെ നടക്കും. സെക്കരിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോതിനാൽ അറിയും? ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സിലിരുന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സത്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എന്റെ ഈ വാർത്ത വിശ്വസിക്കായതുകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. മതി. ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ വചനത്തിൽ നിന്ന് വായിച്ചു കേട്ട വചനഭാഗം യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സെക്കരിയാവും മാതാവായ എലിസബത്തും തങ്ങളുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥിച്ചവരാണ്. അത് ആ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? സെക്കരിയാവെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്തിനു വേണ്ടി? അവർക്കൊരു കുഞ്ഞു വേണം. ഒരു കുഞ്ഞിനെ അവർക്ക് വേണം. തലമുറയില്ല. എന്നാൽ യൗവനകാലം ആ സമയത്തൊന്നും അത് നടന്നില്ല. ഇന്ന് വാർദ്ധക്യമായി. തനിക്ക് ധൂപം കാട്ടാനുള്ള സന്ദർഭം സെക്കരിയാവിന് വരികയും ചെയ്തു. അങ്ങനെ ആലയത്തിൽ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ പ്രത്യക്ഷമായി. സെക്കരിയാവിനോട് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. സെക്കരിയാവെ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോവുക. അതിൻ്റെ വ്യവസ്ഥകളും നിബന്ധനകളും എല്ലാം പറഞ്ഞതിന് ശേഷം സെക്കരിയാവ് ദൂതനോട് തിരിച്ചു ചോദിക്കുകയാണ്, എൻ്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ഞാൻ വാർദ്ധക്യത്തിലെത്തി വയസ്സ് എന്നവനാണ്. എൻ്റെ ഭാര്യ എലിസബത്തും പ്രായാധിക്യം വന്നവനാണ്. പിന്നെ എങ്ങനെ ഇത് സാധിക്കും? ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിന് മുമ്പാകെ നിൽക്കുന്ന ഗബ്രിയേൽ ദൂതനെയാണ് ഈ ദൂതറിയിക്കാൻ അയച്ചത്. സെക്കരിയാവിനാവട്ടെ അത് വിശ്വാസമാകുന്നില്ല. എന്താണത് വിശ്വസിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം? തൻ്റെ ബുദ്ധിയിലും തൻ്റെ യുക്തിയിലും മനുഷ്യന് കുഞ്ഞുങ്ങളുണ്ടാകണമെങ്കിൽ ഒരു പ്രായമുണ്ട്. അവന് ശാരീരികമായ ചില യോഗ്യതകൾ വേണം അവന് കുഞ്ഞുങ്ങളുണ്ടാകണം. ഈ യോഗ്യതകൾ അവനുമില്ല, ഭാര്യയ്ക്കുമില്ല. അങ്ങനെയൊക്കെ പിന്നെ എങ്ങനെ കുഞ്ഞുങ്ങൾ ജനിക്കും? ഒരു സ്ത്രീയെ സ്ത്രീയാക്കുന്ന സ്ത്രീകൾക്കുള്ള മുറ എന്ന് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത് പോലെ സാറായ്ക്ക് അങ്ങനെയുള്ള ഒരു അനുഭവം ഇല്ലാതെയായതിനു ശേഷമാണ് കുഞ്ഞുങ്ങളുണ്ടായത്. അബ്രഹാമിന് 100 വയസ്സായപ്പോഴാണ് കുഞ്ഞുണ്ടായത്. ഇതൊക്കെയും അവൻ്റെ തലമുറയിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും
അവൻ്റെ ഉള്ളത്തെ വിശ്വസിക്കാൻ തക്കണം പ്രാപ്തമാക്കിയില്ല. അവൻ വിശ്വസിച്ചില്ല എന്ന ഇവിടെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നീ തക്ക സമയത്ത് നിവൃത്തിയാക്കാനുള്ള ഈ ദൂത് വിശ്വസിക്കായിക്കൊണ്ട് ഇത് സംഭവിക്കുന്ന സമയം വരെയും നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. നമ്മുടെ സക്കരിയാവ് കുറ്റക്കാരനായി തീരുകയാണ്. ആ കുറ്റത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയാണ്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ള സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരും. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവനെല്ലാം പ്രാർത്ഥിക്കും. ദൈവത്തെ അറിഞ്ഞ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് പ്രാർത്ഥന. പക്ഷേ ആ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കണം? കർത്താവിനോട് ഒരാളൊരു ആവശ്യം പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ഇത് നിനക്ക് ചെയ്തു തരാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ട്. അത് ഒരു പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാന ഘടകമാണ്. ഞാൻ എന്തെങ്കിലും ചോദിച്ചു എന്നുള്ളതല്ല, പിന്നെയോ ഞാൻ അത് കർത്താവ് നൽകിത്തരാൻ പ്രാപ്തനാണ്, നൽകി തരുന്നവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. അതിന് എവിടെ പോയി മനസ്സിലാക്കും? കൂടുതലൊന്നും വേണ്ട, വചനം ഗ്രഹിച്ചാൽ മതി. വചനം ഗ്രഹിച്ചാൽ മതി. എങ്ങനെ ഗ്രഹിക്കണം? ഇതിനു മുമ്പ് കർത്താവ് അബ്രഹാമിൻ്റെയും സാറായുടെയും ദൈവമേ, എനിക്കൊരു ശിശു വേണം എന്ന് പറഞ്ഞാൽ, നിന്റെ പ്രായം കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഇന്ന് ഈ പ്രായമായതിനു ശേഷം ഇന്ന് നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം എങ്ങനെ തരും എന്ന് ചോദിക്കണ്ട. ദൈവത്തിനത് കഴിയും. കാരണം അത് വചനത്തിലുണ്ട്. വചനത്തിലുണ്ട്. പ്രായം കഴിഞ്ഞാലും ശരീരം നിർജീവമായി പോയാലും ഒരു സ്ത്രീയെ സ്ത്രീയാക്കുന്ന മുറ നിന്നു പോയാലും മനുഷ്യർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന്, ദൈവത്താൽ അത് സാധിക്കുമെന്ന് വചനത്തിലുണ്ട്. അത് അറിഞ്ഞ അറിവോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. എൻ്റെ വചനം നിങ്ങളിൽ ഇല്ലാതെ നിങ്ങൾ എന്ത് ഇടതടവില്ലാതെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അത് ലഭിക്കുന്നതല്ല, ലഭിക്കുന്നൊക്കെയല്ല, ലഭിച്ചെന്നിരിക്കാം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന അന്ത്യകാലത്ത് പ്രവർത്തിക്കുന്ന പ്രവൃത്തി അത് വേറൊരു വിധമാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് വ്യവസ്ഥ പ്രകാരം ഒരു കാര്യം പ്രാപിക്കണമോ, ആദ്യമേ തന്നെ അത് ചെയ്തു തരാൻ ദൈവം പ്രാപ്തനാണോ? ഒരു നിവൃത്തിയുമില്ല. ഇനി അവനെക്കുറിച്ച് ഒരു ചിന്ത പോലും ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവെ മരിച്ച് നാട്ടം വെച്ച അവസ്ഥയിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാണ്. ഈ അറിവോടുകൂടി പ്രാർത്ഥിക്കണം. ഏതു തരത്തിലുള്ള രോഗവും മാറ്റുവാൻ കഴിവുള്ളവൻ എന്ന് അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. കടുംചുവപ്പായിരുന്ന പാപവും മായ്ക്കാൻ കഴിവുള്ളവനെന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഓരോ പ്രാർത്ഥനയ്ക്കും അതിൻ്റെതായ വിശ്വാസവും വചനവും ഉണ്ട്. ആധാരമായിട്ട് ആ വചനം കൃത്യമായിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ സാധിക്കില്ല. നിശ്ചയമായിട്ടും ദൈവം പ്രവർത്തിച്ചേ മതിയാവും. എന്നാൽ അതിനെക്കുറിച്ച് നിശ്ചയമില്ലാതെ എന്തെങ്കിലും ഉച്ചരിക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ മുമ്പാകെ ഒരു പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് നീ പ്രാർത്ഥിക്കുന്നത് എന്തെന്ന് അറിഞ്ഞിരിക്കണം, അത് നൽകിത്തരും എന്നുള്ളതിന് വചന വ്യവസ്ഥ പ്രകാരം ആധാരം ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിശ്ചയം ദൈവം പ്രവർത്തിക്കും. പ്രവർത്തിച്ചേ പറ്റൂ. കാരണം എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും എന്നാണ് വചനം. യെരമ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതാണ്. എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും. അതുകൊണ്ട് നിവർത്തിക്കേണ്ടുന്ന വചനം, നിവർത്തിക്കേണ്ടുന്ന വചനം ഇന്ന് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന കർത്താവ് നിവർത്തിച്ച് തന്നേ മതിയാവും. ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല, തരാതിരിക്കാൻ സാധിക്കില്ല. അത് ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഈ വിഷയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തുകൊള്ളണം,
എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നുള്ളത് എന്ത് വ്യവസ്ഥയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുമ്പോൾ അതിനാധാരമായിട്ടുള്ള വചനം നമ്മിൽ വ്യാപരിക്കട്ടെ. ആ വചനം നമ്മെ ഉണർത്തട്ടെ. ആ വചനത്തെ ആധാരമാക്കി നാം പ്രാർത്ഥിക്കാം. നിശ്ചയം ആ വചനത്തിന് നിവൃത്തി നമ്മുടെ കണ്ണുകൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ട് അനുഭവിപ്പാൻ ദൈവം ഇടവരുത്തും. കർത്താവിന്റെ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം.